ഹലോ ഗായ്സ്, എല്ലാവർക്കും സൊല്യൂഷൻ മേക്കർ എന്ന ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും നമ്മൾ ഫ്ലാഷ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഓർഡറുകൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് POD ലഭ്യമാകാത്തത്. POD അല്ലെങ്കിൽ COD നമുക്ക് ലഭ്യമാകാത്തത്. അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും ഒരു പ്രോബ്ലം ഉണ്ടാകുന്നൊരു കാര്യമാണ് COD അല്ലെങ്കിൽ POD നമുക്ക് ലഭ്യമാകാതെ വരുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും, നിരാശ ഉണ്ടാകും, അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ ഇതൊരു 100% വർക്കിംഗ് ആയിട്ടൊരു വീഡിയോ ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് ചിലവർക്ക് ഓക്കെ ആകും, ചില ഫോണുകളിൽ ചിലപ്പോൾ വർക്ക് ചെയ്തില്ലെന്ന് വരാം. അതുകൊണ്ട് ഞാനൊരു 100% ഇതിനകത്ത് ഉള്ള കാര്യം ഞാൻ തുറന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 100% ഇതിനകത്ത് ഞാൻ ഉറപ്പ് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ വർക്കാകാം, ചിലപ്പോൾ വർക്കായി ഇല്ലെന്നും വരാം. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമ്മുടെ ലക്ക് പോലിരിക്കും കാര്യങ്ങൾ, ചിലപ്പോൾ ഓക്കെ ആകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്നുള്ളത്. സോ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ ചാനലിലെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആമസോൺ, ഫ്ലിപ്കാർട്ടിലെ ഓഫേഴ്സിനെ കുറിച്ചും ന്യൂസുകളെ കുറിച്ചും അതുപോലെ തന്നെ ഫ്ലാഷ് സെയിൽ ടിപ്സ് ആൻഡ് ട്രിക്സുകളെ കുറിച്ചും ഫ്ലാഷ് സെയിലിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും നിങ്ങളുടെ എല്ലാവിധമായ ടെക്നിക്കൽ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മടിക്കരുത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാനിവിടെ ഒരു ഫോൺ ചൂസ് ചെയ്യുന്നു. എനിക്കൊന്ന് ഡെലിവറി ആക്കാൻ വേണ്ടി ഞാനൊരു ഫോൺ ചൂസ് ചെയ്യും. നമുക്കതിൽ POD കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ നിങ്ങൾക്കൊരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫോൺ ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത്. Redmi Note 9 ഞാൻ ചൂസ് ചെയ്യുന്നു. സെർച്ച് കൊടുക്കുന്നു. ഓക്കെ, ഫോൺ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മളിത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്കിന് ശേഷം ഞാൻ ഇതിന് ബൈ നൗ കൊടുക്കണം. ബൈ നൗ കൊടുത്തതിന് ശേഷം നമുക്കിനി അടുത്തത് പേ ചെയ്യാനുള്ള ഇൻ്റർഫേസിലേക്ക് പോകും. സോ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ക്യാഷ് ഓൺ ഡെലിവറി അല്ലെങ്കിൽ POD കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്കിവിടെ ഇപ്പോൾ കാണാൻ സാധിക്കും, ഇപ്പോൾ നമുക്കിവിടെ POD കിട്ടത്തില്ല. ഡ്യൂ ടു ഹൈ ഡിമാൻഡ് ടു എൻഷുവർ സോഷ്യൽ ഡിസ്റ്റൻസിങ്, പേ ഓൺ ഡെലിവറി ഈസ് നോട്ട് അവൈലബിൾ എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ നമുക്കിപ്പോൾ ഇതിനകത്ത് പേ ഓൺ ഡെലിവറി ലഭ്യമാകത്തില്ല. സോ ഈ അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു ചെറിയ ട്രിക്ക് കാണിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഈ Redmi Note 9 നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിന് POD കിട്ടത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനോടുകൂടെ തന്നെ നമ്മൾ വേറൊരു പ്രോഡക്റ്റും കൂടെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുക. ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു വിലയുള്ള ഒരു പ്രോഡക്റ്റും കൂടെ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഇതിനോട് കൂടെ തന്നെ നമ്മളൊന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക. സോ നമുക്ക് ജസ്റ്റ് വേറൊരു ഓർഡർ നമുക്ക് എടുത്തു നോക്കാം, വേറൊരു പ്രോഡക്റ്റ് നമുക്ക് എടുത്തു നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് iPad എന്നുള്ളത് ഞാനൊന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. iPad ടൈപ്പ് ചെയ്യുമ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും സാംസങ് ഗാലക്സിയുടെ ടാബ് A10.1 എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. സോ ഈ പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഈ പ്രോഡക്റ്റ് കൂടി ചൂസ് ചെയ്യുന്നു. ചൂസ് ചെയ്തതിന് ശേഷം ഇതും ആഡ് ടു കാർട്ടിലേക്ക് നമ്മൾ കൊടുക്കുക. ഇതിന് ഏകദേശം 14,000 സംതിങ് രൂപ വിലയുണ്ട്. സോ ടോട്ടൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ രണ്ടും കാർട്ടായിട്ടുണ്ട്. രണ്ടിൻ്റെയും കൂടെ വിലയെന്ന് പറയുന്നത് 26,998 രൂപ എന്നുള്ളതാണ്. സോ ഇത് രണ്ടും ഇപ്പോൾ കാർട്ടായിട്ടുണ്ട്. നമ്മളിതിപ്പോൾ പ്രൊസീഡ് ടു ബൈ കൊടുക്കാൻ പോവുകയാണ്. പ്രൊസീഡ് ടു ബൈയിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ടു ബൈയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഏത് അഡ്രസ്സിലേക്കാണ് വേണ്ടതെന്ന് ചോദിക്കും. ഒരു അഡ്രസ്സ് ചൂസ് ചെയ്ത് കൊടുക്കുക. ചൂസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് എന്നാണ് നമുക്കിവിടെ ചൂസ് ചെയ്ത് ഡെലിവറി ഓപ്ഷൻസ് പറഞ്ഞ് വരുന്നുണ്ട്. സോ അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. ഇനി ഇവിടെയാണ് പേയ്മെൻറ്റ് ഓപ്ഷൻ വന്നിരിക്കുക. മുമ്പേ നമുക്ക് POD ലഭ്യമായില്ല. നമുക്കിപ്പോൾ നോക്കാം POD കിട്ടുകയില്ലോ എന്ന്. യെസ്, ഇപ്പോൾ ഇവിടെ POD ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ POD ലഭ്യമാകും. ഇവിടെ കാണാൻ സാധിക്കും പേ ഓൺ ഡെലിവറി
പേ ഡിജിറ്റലി വിത്ത് SMS പേ ലിങ്ക് ഓർ ക്യാഷ്. സോ നമുക്ക് ഇപ്പോൾ ഇവിടെ POD ലഭ്യമായിട്ടുണ്ട്. മുമ്പേ നമ്മൾ റെഡ്മി നോട്ട് 9 തന്നെ നമ്മൾ നോക്കിയപ്പോൾ അത് മാത്രമായി നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമുക്കിവിടെ POD ലഭ്യമല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ വേറൊരു പ്രോഡക്റ്റും വാല്യുബിളായിട്ടൊരു പ്രോഡക്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ POD ഓക്കെ ആയി വന്നിരിക്കുകയാണ്. സോ ഇതൊരു ചെറിയ ട്രിക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്ത് നോക്കാമെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഇതൊരു 100% ആയിട്ടുള്ള ഒരു ട്രിക്കല്ല. ചിലപ്പോൾ വർക്കാകാൻ ചാൻസ് ഉണ്ട്, ചില ഫോണുകളിൽ വർക്കാകാൻ ചാൻസ് ഉണ്ട്, ചില ഫോണുകളിൽ ചിലപ്പോൾ വർക്കായില്ല വരാം. അതുകൊണ്ട് ഞാൻ 100% ഉറപ്പൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല, ഉള്ള കാര്യം തുറന്ന് പറയുന്നു. സോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഓർഡറുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യുക. എക്സ്റ്റൻഷൻ വെച്ച് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് ടൈം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോ ഈ 15 മിനിറ്റ് ടൈം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു വിധത്തിലും ഓർഡർ COD കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇനി നമുക്കിനി ഇത് എങ്ങനെയാണ് മറ്റേത് ക്യാൻസൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിനുശേഷം നമ്മൾ POD സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം. ഇനി നമ്മൾ മറ്റേത് ക്യാൻസൽ ചെയ്യണമല്ലോ, ഇല്ല നമുക്ക് 2 എണ്ണം കൂടെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യണം. അതെങ്ങനെ ക്യാൻസൽ ചെയ്യുമെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ 2 എണ്ണവും ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. സോ അതിനുശേഷം നമ്മൾ 2 എണ്ണത്തിൻ്റെയും ലിസ്റ്റ് അവസാനമായിട്ട് അവർ കാണിക്കും. ഇതിനകത്ത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട്. സാംസങ് ഗാലക്സി ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കാണിക്കുന്നു. താഴെ നമ്മുടെ റെഡ്മി നോട്ട് 9 ക്വാണ്ടിറ്റിയും കാണിക്കുന്നുണ്ട്. സോ അതിനുശേഷം നമ്മൾ ക്വാണ്ടിറ്റി എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്വാണ്ടിറ്റി എന്നുള്ള ക്ലിക്കിന് ശേഷം 0 എന്നിവിടെ കാണാൻ സാധിക്കും. 0 അല്ലെങ്കിൽ ഡിലീറ്റ് ദിസ് ഐറ്റം എന്ന് പറഞ്ഞുണ്ട്. സോ ഇതിന് ശേഷം നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക. അതിന് ക്ലിക്കിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും ആ ഐറ്റം ഇപ്പോൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. നമ്മൾ POD കിട്ടാൻ വേണ്ടി സെലക്ട് ചെയ്ത ഐറ്റം നമുക്കിപ്പോൾ അത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇങ്ങനെ ഈ ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ ഈ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഒത്തിരി ഫ്ലിപ്കാർട്ടിലെ ആമസോണിനെ കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.